എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ PS എക്സാം ടിപ്സിലേക്ക് ചോദ്യം ചെയ്യുകയാണ്. കേരള PS നടത്തിയിരിക്കുന്ന പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അവിടെ ഫൈനാൻസിംഗ് പ്രകാരം കേരള PS നൽകിയിരിക്കുന്ന ഉത്തരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം കേരള PS നടത്താൻ പോകുന്ന LDC LGS പരീക്ഷയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇതിനു മുമ്പ് നടത്തിയിരിക്കുന്ന പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന സിലബസ് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ആയിട്ട് പല ചോദ്യങ്ങളും ഈ 2021 മുതൽ ഈ 2024 ഇപ്പോൾ പോലും നടക്കുന്ന പരീക്ഷകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രീവിയസ് ചോദ്യങ്ങൾ മാക്സിമം നമുക്ക് ചെയ്യാം. അതിൽ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇരവികുളം, പാമ്പാട് ചോല, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല ഇവയിൽ വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ ചോദ്യമായിട്ട്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഈ 4 ദേശീയോദ്യാനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന എപ്പോഴും കേൾക്കാറുള്ള ദേശീയോദ്യാനങ്ങൾ തന്നെയാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. നമുക്കറിയാം സൈലന്റ് വാലി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. അതേസമയത്ത് ഇരവികുളം, പാമ്പാട് ചോല, മതികെട്ടാൻ ചോല തുടങ്ങിയ ദേശീയോദ്യാനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത് വന്നിരിക്കുന്ന ആ ഒരു ദേശീയോദ്യാനമാണ് വേറിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, യു വിമൽകുമാർ 1992 ബാർസലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ യു വിമൽകുമാർ 1992 ബാർസലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ഇനം ഏതാണ്? ഓപ്ഷൻ എയിൽ ഫുട്ബോൾ, ഓപ്ഷൻ ബിയിൽ വോളിബോൾ, ഓപ്ഷൻ സിയിൽ ബാഡ്മിൻ്റൺ, ഓപ്ഷൻ ഡിയിൽ അത്ലറ്റിക്സ് എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ യു വിമൽകുമാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്. ബാഡ്മിൻ്റൺ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇത് കേരള PS പരീക്ഷയിൽ വീണ്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് യു വിമൽകുമാർ 1992 ബാർസലോണ ഒളിമ്പിക്സ് അദ്ദേഹം മത്സരിച്ച ഇനം ചോദിച്ചാൽ ബാഡ്മിൻ്റൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ബാഡ്മിൻ്റൺ എന്നാണ് ഉത്തരമായിട്ട് വരിക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു അംഗീകരിച്ചതായ തിരിച്ചറിയൽ കാർഡ്, രണ്ടാമത് കൊടുത്തിരിക്കുന്ന വോട്ടർ പട്ടികയിൽ പേര്, മൂന്നാമത് കൊടുത്തിരിക്കുന്ന കരമൊടുക്കിയ റെസീറ്റ്, നാലാമത് കൊടുത്തിരിക്കുന്ന 18 വയസ്സ് പൂർത്തീകരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മേൽപ്പറഞ്ഞവയിൽ ആവശ്യമായത് അല്ലെങ്കിൽ ആവശ്യമായവ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നോ അംഗീകരിച്ചതായിട്ട് തിരിച്ചറിയൽ കാർഡ് നമുക്ക് വേണം. ഇനി രണ്ടാമതായിട്ട് ഇവിടെ തന്നിരിക്കുന്ന വോട്ടർ പട്ടികയിൽ പേര്. അപ്പോൾ തിരിച്ചറിയൽ കാർഡ് ഉണ്ടായെന്ന് വെച്ചിട്ട് കാര്യമില്ല, വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരും വേണം. പിന്നെ അതുപോലെ തന്നെ കരമൊടുക്കിയ റെസീറ്റ് ആവശ്യമില്ല. അതേസമയത്ത് 18 വയസ്സ് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ വോട്ടർ പട്ടികയിൽ പേര് വരികയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മളെന്താണ് ഈ പറയുന്ന ഇലക്ഷൻ നമുക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഉത്തരത്തിലേക്ക് പരിഗണിക്കേണ്ടത്. ഇനി അടുത്തത്, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാമെന്നാണ്. ഇവിടെ തന്നിരിക്കുന്നു സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര 1, 2 സിന്ധു, ബ്രഹ്മപുത്ര, 3 ഗംഗ, ബ്രഹ്മപുത്ര. തന്നിരിക്കുന്ന ഹിമാലയ നദികളാണ്. ഹിമാലയ നദികളായിട്ടുള്ള സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സിന്ധു നദി എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയിലൂടെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലൂടെയാണ് കടന്നു പോകുന്നത്. ചില്ലാർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആകെ ലഡാക്ക് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തൂടെ മാത്രമാണ് ഇന്ത്യയിൽ ഒഴുകുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പോയി പതിക്കുന്ന നദിയാണ് ഈ പറയുന്ന സിന്ധു നദി എന്ന് നമ്മൾ പഠിച്ചു. ഹിമാലയ നദികൾ ബാക്കി എല്ലാ നദികളും കിഴക്കോട്ട് ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അതേസമയത്ത് സിന്ധു നദി പതിക്കുന്നത് ഈ പറയുന്ന അറബിക്കടലിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിന്ധു വരുന്ന 2 ഓപ്ഷനുകളായിട്ടുള്ള 1ഉം 2ഉം നമുക്ക് ഡിലീറ്റ് ആക്കാം. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികൾ എന്നാണ്. ഇനി മൂന്നാമത് തന്നിരിക്കുന്ന ഗംഗയും ബ്രഹ്മപുത്രയാണ്. ഗംഗാ നദി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇന്ത്യയിലൂടെയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നുവെന്നും ബംഗ്ലാദേശിലെ ചാന്ദ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ 2 നദികളും കൂടിച്ചേർന്ന് മേഘന എന്ന പേരിൽ ആ നദി ഒഴുകി അവസാനം നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് പതിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത് തന്നിരിക്കുന്ന ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല? പരിഗണിക്കാൻ പറ്റില്ല. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവയൊന്നുമല്ല എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഹിമാലയ നദികളൊന്നും തന്നെ ഇന്ത്യയിലൂടെ മാത്രമല്ല ഒഴുകുന്നത്, മറ്റ് രാജ്യങ്ങളിലൂടെയും ഒഴുകുന്നുണ്ടെന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. കില എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ 5ാമത്തെ ചോദ്യം നമ്മുടെ ഉത്തരം എന്താണ്? കിലയാണ്. കില എന്ന് പറയുന്നത് 1990 രൂപീകരിച്ചത്. ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ രൂപം നൽകി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കൊക്കെ പരിശീലനമൊക്കെ നൽകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആസ്ഥാനം കേരള PS പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാനുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിലെ മുളകുന്നത്ത് കാവാണ് കിലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ് എന്നിങ്ങനെ 1 തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ശ്രേണി കടുവ, മയിൽ, കണിക്കൊന്ന, അരയാല്. മൂന്നാമത്തെ ശ്രേണി ആന, മയിൽ, അശോകം, ചന്ദനം. നാലാമത്തെ ശ്രേണി ആന, വേഴാമ്പൽ, നീലക്കുറിഞ്ഞി, തെങ്ങെന്നാണ്. ഇവിടെ മേൽപ്പറഞ്ഞവയിൽ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായ ശ്രേണി കണ്ടെത്തുക എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് ആന, വേഴാമ്പൽ, കണിക്കൊന്ന, തെങ്ങ് എന്നതാണ് ഇവിടെ എന്താണ്? അനുയോജ്യമായ ശ്രേണി. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ഔദ്യോഗിക മൃഗമാണ് ആന, കേരളത്തിലെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ, കേരളത്തിലെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന, കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ശ്രേണി നമ്മൾ പരിഗണിക്കേണ്ടത്. ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എവറസ്റ്റ് വിന്ധ്യാപർവ്വതത്തിലാണെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. വിന്ധ്യാപർവ്വതം ഉപദ്വീപ് പീഠഭൂമിയിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. ആരവല്ലി പശ്ചിമഘട്ടത്തിലാണോ? അത് തെറ്റാണ്. അതുപോലെ തന്നെ പൂർവ്വഘട്ടം സിവാലിക്ക് എന്നിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്?
ഇവയിൽ ശരിയായ ജോഡിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ആകെ രണ്ടാമത് തന്നിരിക്കുന്ന മാത്രമേ ശരിയായിട്ടുള്ളൂ. ഇവിടെ ഈ എവറസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹിമാലയത്തിലാണ്. ഹിമാലയത്തിൽ എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഹിമാദ്രിയിലേക്ക് വരുമ്പോൾ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം നമ്മൾ പഠിക്കാറുണ്ട്. അതേ സമയത്ത് വിന്ധ്യാപർവ്വതം, അതുപോലെ തന്നെ ആര്യവല്ലി, അതേപോലെ തന്നെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, അതുപോലെ സത്പുര നിരകൾ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. എവിടെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ. അതുപോലെ തന്നെ ഹിമാലയത്തെ 3 നിരകളായി തിരിക്കുന്നുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ സിവാലിക് എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ 3 നിരകളിൽ ഒന്നാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 8ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം: ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിച്ചിരിക്കുന്നത് താഴെ തന്നിട്ടുള്ള ഏത് രീതിയിലാണ്? ഇവിടെ ഈ ഒരു ചോദ്യം കേരള PSC ഫൈനാൻസിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ശരിയായ അതിരുകൾ ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ അറബിക്കടല്, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നാണ് ഒന്നാമത് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വരത്തില്ല, പൂർവ്വഘട്ടം വരത്തില്ല. കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര വരത്തില്ല. ഇന്ത്യൻ മഹാസമുദ്രം, കർണാടക, തമിഴ്നാട്, അതിൽ ഇന്ത്യൻ മഹാസമുദ്രം വരത്തില്ല. കർണാടക, തമിഴ്നാട്, അറബിക്കടൽ, അതാണ് ശരി. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ കർണാടക, തമിഴ്നാട്, അറബിക്കടൽ, അതാണ് കേരളത്തിൻ്റെ അതിരുകളായിട്ട് തന്നിരിക്കുന്ന ഈ ഒരു ശ്രേണിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി കേരളത്തിൻ്റെ അതിരുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കേരളം എടുക്കുകയാണെങ്കിൽ, നമ്മൾ കേരളം എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഏത് വരുന്നത്? ഈ പറയുന്ന പശ്ചിമഘട്ടം വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ കേരളം എടുക്കുകയാണെങ്കിൽ, ഈ ഒരു കേരളം എടുക്കുമ്പോൾ അതിൽ ഈ ഒരു കിഴക്ക് ഭാഗത്തായിട്ട് എന്ത് വരുന്നുണ്ട്? പശ്ചിമഘട്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്? അറബിക്കടൽ വരുന്നത്. പിന്നെ ഈ പറയുന്ന വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കർണാടക വരുന്നുണ്ട്. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ തമിഴ്നാട് വരുന്നത്. തെക്ക് ആ ഒരു ഭാഗത്തായിട്ട് തമിഴ്നാട്, വടക്ക് കിഴക്ക് ആ ഒരു ഭാഗത്തായിട്ട് കർണാടക, പടിഞ്ഞാറ് നമ്മുടെ അറബിക്കടൽ, പിന്നെ നമ്മുടെ കിഴക്ക് ഭാഗത്തായിട്ട് പശ്ചിമഘട്ടം. ഇതാണ് ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റാണ്. മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷൻ അപ്പോൾ ആരായിരിക്കും? മുനിസിപ്പൽ ചെയർമാനാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതേസമയത്ത് നമുക്ക് പറയാൻ പറ്റും കോർപ്പറേഷൻ്റെ തലവൻ ആരാണ്? മേയറാണ്. നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ. അപ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ തലവൻ മേയറാണ്. അതേസമയത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ തലവൻ ആരാണ്? മുനിസിപ്പൽ ചെയർമാനാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ തലവൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ മലനാട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എയിൽ മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ, ഓപ്ഷൻ ബിയിൽ മലനാടിനും അറബിക്കടലിനും മധ്യേ, ഓപ്ഷൻ സിയിൽ അറബിക്കടലിനും തീരപ്രദേശത്തിനും മധ്യേ, ഓപ്ഷൻ ഡിയിൽ തീരപ്രദേശത്തിനും കായലുകൾക്കും മധ്യേ. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇടനാട് സ്ഥിതി ചെയ്യുന്ന മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ്. നമുക്കറിയാം നമ്മുടെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 7.5 മീറ്ററിൽ താഴെയാണെങ്കിൽ തീരപ്രദേശം, 7.5 മുതൽ 75 മീറ്റർ വരെയാണെങ്കിൽ അതാണ് നമ്മുടെ ഈ പറയുന്ന ഇടനാട്, 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അതിനെയാണ് നമ്മൾ മലനാട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് സുന്ദരവനം ഡെൽറ്റയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് വെച്ചാൽ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്ത് രൂപം കൊണ്ടതാണ് സുന്ദരവനം ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഇത് വരുന്നത്. ഗംഗയും ബ്രഹ്മപുത്രയും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഭാഗത്തായിട്ടാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത്? സുന്ദരവനം ഡെൽറ്റ പ്രദേശം രൂപം കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനമാണ് ബംഗാൾ. അതിൽ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് ഈ പറയുന്ന സുന്ദരവനം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇവരിൽ ആർക്കാണ് 2015 അർജുന അവാർഡ് ലഭിച്ചതെന്ന് വെച്ചാൽ ഓപ്ഷൻ എയിൽ വലിയ വീട്ടിൽ ദിജു, ഓപ്ഷൻ ബിയിൽ സജി തോമസ്, ഓപ്ഷൻ സിയിൽ ടോം ജോസഫ്, ഓപ്ഷൻ ഡിയിൽ PR ശ്രീജേഷ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് PR ശ്രീജേഷ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് കൃഷ്ണാനദി ഉൾപ്പെടുന്നത്? കൃഷ്ണാനദി എന്ന് പറയുന്നത് ഉപദ്വീപീയ നദിയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഓപ്ഷൻ ബി ഡെക്കാൻ നദികൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് കൃഷ്ണാനദി ഉൾപ്പെടുന്നത്. ലൈഫ് മിഷൻ, പുനർഖേകം, സുരക്ഷാ ഭവന പദ്ധതി, ലക്ഷം വീട് പദ്ധതി കേരളത്തിലെ ചില ഭവന പദ്ധതികളാണ്. ഇവ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഭവന പദ്ധതി ഇവയിൽ ഏതാണ് എന്നതാണ് 15ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ പുനർഖേകം എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് പുനർഖേകം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ എന്താണ്? വേലിയേറ്റ രേഖയിൽ നിന്നും 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ എന്താണ്? സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് പുനർഖേകം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇത് മത്സ്യ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് പുനർഖേകം എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ തന്നെ സുരക്ഷാ ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? മത്സ്യ ഉൽപ്പാദനം കൂട്ടാനുള്ള കേരള ഗവൺമെൻറ് പദ്ധതിയാണ്. സുരക്ഷാ ഭവന പദ്ധതി
സുരക്ഷാ ഭവന പദ്ധതിയല്ല, സുഭിക്ഷ കേരളം പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള ഗവൺമെൻറ് പദ്ധതിയാണ്. സുഭിക്ഷ കേരളം പദ്ധതി മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. ഇനി മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺകുട്ടികൾക്ക് വിദഗ്ധ തൊഴിൽ പരിശീലനം നൽകുന്ന പരിപാടിയാണ് തീരനൈപുണ്യം. അപ്പോൾ തീരനൈപുണ്യം എന്ന് പറയുന്ന പരിപാടി എന്താണ്? മത്സ്യത്തൊഴിലാളികളുടെ അഭ്യസ്തവിദ്യരായ പെൺകുട്ടികൾക്ക് വിദഗ്ധ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് തീരനൈപുണ്യം എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് കല്ലട, പേപ്പാറ, മലമ്പുഴ, പള്ളിവാസൽ. കേരളത്തിൽ ചില ജലവൈദ്യുത പദ്ധതികളാണിവ. ഇവയിൽ ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നു. ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 4ആണ്. അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ പള്ളിവാസലാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അതായത് അത് ഒരു വൈദ്യുത നിലയമാണ്. പള്ളിവാസൽ ജലവൈദ്യുത നിലയം നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 4ാമത് തന്നിരിക്കുന്ന പള്ളിവാസലാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വർഷം 2012-13 5.31 ടണ്ണിൻ്റെ ഉൽപ്പാദനം. 2013-14 5.22 ടണ്ണ് ഉൽപ്പാദനം. 2014-15 5.24 ടണ്ണ്. 2015-16 5.17 ടണ്ണ്. 2016-17 4.88 ടണ്ണ് ഉൽപ്പാദനം. 2017 ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് കേരളത്തിലെ മത്സ്യോൽപാദനത്തിൻ്റെ കണക്കാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. മത്സ്യോൽപാദനത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത് ഏത് വർഷമാണെന്നാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷം ഏതാണ്? 2014-15. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് 2014-15. അപ്പോൾ ഇവിടെ 5.31 ടണ്ണാണ്. പിന്നെ 5.22 കുറയുകയാണ് ചെയ്തത്. പിന്നെ 2.2 നിന്ന് കൂടുകയാണ് ചെയ്തത്. 5.24 കൂടി. പിന്നെ 2.4 നിന്ന് കുറഞ്ഞു. പിന്നെ വീണ്ടും കുറഞ്ഞു. അപ്പോൾ വർധനവ് വന്നിരിക്കുന്നത് എവിടെയാണ്? 2014-15. അപ്പോൾ ആ ഒരു പട്ടിക നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏതെല്ലാം എന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഇവയെല്ലാമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാറ്, പെരിങ്ങൽകൂത്ത് തുടങ്ങിയവയ്ക്ക് എന്താണ്? KSEBയുടെ നേതൃത്വത്തിലുള്ള വൈദ്യുത പദ്ധതിയാണ്. KSEBയുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതിയാണ് ഈ പറഞ്ഞ ശബരിഗിരി, കുറ്റ്യാടി, ഇടമലയാറ്, പെരിങ്ങൽകൂത്ത് എന്നിവ. തന്നിരിക്കുന്ന 4 KSEBയുടെ നേതൃത്വത്തിലുള്ള വൈദ്യുത പദ്ധതികളാണ്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇവയിൽ വ്യത്യസ്തത പുലർത്തുന്ന തടാകം ഏതാണെന്നാണ് 19ാമത്തെ ചോദ്യം. അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് മാനാഞ്ചിരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പൂക്കോട്, ശാസ്താംകോട്ട, വെള്ളായണി. മാനാഞ്ചിറ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ശുദ്ധജല തടാകമാണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് ഇത് മാനാഞ്ചിറ എന്ന് പറയുന്നത്. മറ്റൊന്നും അങ്ങനെയല്ല. അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയിലാണ് ഈ പറയുന്ന മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഇനി 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി പ്രതിഷേധമുയർത്തിയ ആളാരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട എത്രയോ പരീക്ഷ റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ്. മംഗൾ പാണ്ഡെയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാണ്? ഈ പറയുന്ന മംഗൾ പാണ്ഡെ തന്നെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് റിപ്പീറ്റായി എപ്പോഴും ചോദിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രാജാറാം മോഹൻ റോയ് ആണ്. ആര്യസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആര്യസമാജം ഓപ്ഷൻ ഡി ആണ്. ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ അദ്ദേഹം ആര്യസമാജം സ്ഥാപിച്ചതെന്നാണ് 1875. PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു വർഷമാണ്. 1875 ആര്യസമാജം സ്ഥാപിക്കുന്നത്. അപ്പം ബോംബെയിലാണ് ഈ പറഞ്ഞ ആര്യസമാജത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്നത്. 10 തത്വങ്ങൾ എന്ന് പറയുന്ന ഏതു സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? ആര്യസമാജവുമായി ബന്ധപ്പെട്ടതാണ് 10 തത്വങ്ങൾ എന്ന കാര്യം ഓർക്കുക. 10 തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആര്യസമാജവുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തെ മഹത്വപൂർണ്ണമാക്കുക എന്ന് പറയുന്നത് ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യമാണ്. ലോകത്തെ മഹത്വപൂർണ്ണമാക്കുക എന്ന് പറയുന്നത് ആര്യസമാജത്തിൻ്റെ ആപ്തവാക്യമാണ്. PSC റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊന്നാണ്. ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ പടിഞ്ഞാറൻ ബംഗാളെന്നും കിഴക്കൻ ബംഗാൾ എന്നിങ്ങനെ 2ആയിട്ട് വിഭജിച്ച ഈ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കഴ്സൺ പ്രഭു. അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കഴ്സൺ പ്രഭു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് വന്ദേ മാതരം. ഈ ബംഗാൾ വിഭജനം 1905
അതേസമയത്ത് ഇത് റദ്ദ് ചെയ്യുന്നത് ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. പക്ഷേ ഇത് റദ്ദ് ചെയ്യുന്നത് ഹർഡിഞ്ച് രണ്ടാണ്. 1911 റദ്ദ് ചെയ്യുന്നത്. അതാരാണ്? ഹർഡിഞ്ച് രണ്ടാമനാണ്. ഹർഡിഞ്ച് രണ്ടാമനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി 24ാമത് ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ബാലഗംഗാധര തിലകനാണ്. അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ലോകമാന്യ എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകനാണെന്ന കാര്യം ഓർക്കുക. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന, അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന, ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന, ലോകമാന്യ എന്ന് അറിയപ്പെടുന്ന, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച, ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകനാണ് ഇങ്ങനെ പറഞ്ഞത്, സ്വതന്ത്രം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇവിടെ പറഞ്ഞ ഓരോ പോയിന്റും റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ ആരാണ്? ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എത്രയോ തവണ ചോദിച്ചതാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാന്ന് വെച്ചാൽ, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബാലഗംഗാധര തിലകനാണ്. ഇനി കേരള സംസ്ഥാനം രൂപീകരിച്ചെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. 1956 നവംബർ 1-ാം തീയതിയാണ്. 1956 നവംബർ 1-ാം തീയതിയാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടതെന്നാണ് 1956 നവംബർ 1-ാം തീയതി. 1956 നവംബർ 1-ാം തീയതിയാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോൾ 25 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ബാക്കി ചോദ്യങ്ങളും അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളൊക്കെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും വീണ്ടും പരീക്ഷകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കേരള PSC 2021 മുതൽ ഇങ്ങോട്ട് നടത്തിയ പ്രധാനപ്പെട്ട ചോദ്യപേപ്പറുകളൊക്കെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നതായിരിക്കും. ഒപ്പം ഓരോ ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ ചോദ്യങ്ങൾ ബന്ധപ്പെട്ട ആ ടോപ്പിക്ക് നമ്മൾ പോയിട്ട് ഗൈഡുകളൊക്കെ നോക്കി വായിക്കാനും ശ്രമിക്കുക. കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.